വെൽക്കം ബാക്ക് ടു ആജസ്റ്റിക്കി. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ഫ്രോക്ക് ഒരു മോഡൽ ഫ്രോക്ക് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരു മോഡൽ ഫ്രോക്ക് ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള ഒരു തുണി, ഇങ്ങനത്തെ ഒരു തുണി എടുക്കുക. ചെറിയ രീതിയിലാണ് ഞാൻ കാണിക്കുന്നത്, വലിയ മെജർമെൻ്റ് അല്ല, ചെറിയ രീതിയിലാണ് കാണിക്കുന്നുള്ളത്. എടുക്കുക, എന്നിട്ട് ഇതിന് ഇങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി അതിനിങ്ങനെ ഫോൾഡ് ചെയ്യാം. അപ്പോൾ നമ്മളിത് ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഈ ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് 4 പീസ് വരുന്ന പോലെ വേണം ഫോൾഡ് ചെയ്യാൻ. ഇതിപ്പോൾ ഫസ്റ്റ് ഒന്ന് നമ്മൾ ഫോൾഡ് ചെയ്തു, സെക്കൻഡ് ഒന്നും കൂടി ഫോൾഡ് ചെയ്തു, അങ്ങനെ 4 പീസ് വരണം. എന്നിട്ട് നമുക്കിവിടെ നെക്ക്, ഷോൾഡർ, കൈ ലെങ്ത്ത് നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഞാൻ എല്ലാ വീഡിയോയിലും നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലാണ് കാണിച്ചു തന്നിട്ടുള്ളത്. ഇത് വി ഷേപ്പാണ്. അപ്പോൾ വി ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നുള്ളത്. ഇത് ഷോൾഡർ, ഇത് കൈ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. കട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ബാക്ക് നെക്ക് വി ഷേപ്പ് വേണ്ടാത്തവർ സെപ്പറേറ്റ് എടുത്തിട്ട് വേണം ബാക്കത്തെ നെക്ക് കട്ട് ചെയ്യാൻ. ഞാൻ ആദ്യത്തെ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് സെപ്പറേറ്റ് എങ്ങനെ എടുത്തിട്ട് കട്ട് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ബാക്ക് നെക്ക് റൗണ്ട്, മുന്നിൽ നെക്ക് പിന്നെ വി ഷേപ്പ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ പാർട്ട് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ താഴത്തെ പാർട്ടിന് വേണ്ടിയിട്ട് പിന്നെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പീസിനെ ഫസ്റ്റ് നമ്മളിത് സിംഗിൾ തുണിയാണ്. ഈ സിംഗിൾ തുണീനെ ആദ്യം നമ്മളിങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്യുക. ഡബിൾ ഫോൾഡ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു ഫോൾഡും ഇങ്ങനെ കൊടുക്കുക. ഒരു ഫോൾഡും കൂടി ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമുക്കിതിന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ മാർക്ക് ചെയ്യുമ്പോൾ ആ മേലത്തെ പാർട്ടിൻ്റെ താഴത്തെ ഭാഗം ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഈ മെജർമെൻറ്റിനനുസരിച്ചിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ നിങ്ങൾക്ക് അംബ്രല കട്ടിങ് ഫ്രോക്ക് കട്ട് ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ മാർക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യുക. ഈ 2 ഭാഗങ്ങൾ ഇങ്ങോട്ട് ഓപ്പൺ ചെയ്യുക. ഇതിവിടെ കട്ട് ചെയ്യാൻ പാടില്ല. നമ്മൾ ഈ അംബ്രല കട്ടിങ്ങിൽ നമ്മളിവിടെ കട്ട് ചെയ്യും. ഇത് കട്ട് ചെയ്യാൻ പാടില്ല. ഇതൊരു മോഡൽ ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഫ്രോക്ക് കട്ട് ചെയ്യേണ്ടത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി വേറൊരു മോഡലുമായി അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ ബൈ.